നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 469 469. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്തേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 469 218 സർഗം നഭാഗനും അംബരീഷനും എന്നുള്ള ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 16-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അകന്നാൽ ദുഃഖമുണ്ടാക്കും മറ്റുള്ളവ സർവവും സ്വപ്നതുല്യങ്ങളായോർത്ത് മോഹിച്ചില്ല അവയൊന്നിലും. ഉണ്ടായത് നശിക്കും എന്നൊരു പ്രമാണമുണ്ട്. ഉണ്ടായത് നശിക്കും. ഭാര്യ, ഭർത്താവ്, മക്കള്, വീട്, വണ്ടി, ധനം ഒക്കെ നശിക്കും. അപ്പോൾ ഒക്കെ ദുഃഖം ഉണ്ടാവും. എന്നാൽ എവർ എക്സിസ്റ്റിംഗ് ആത്മാവാണ്. ആ ആത്മാവിൽ രമിച്ചാലോ അനശ്വരമായിട്ടുള്ള, നശ്വരമല്ലാത്ത അനശ്വരമായ സന്തോഷം, ആനന്ദം ഉണ്ടാവും. ആ ട്രിക്കൊന്നാട് മനസ്സിലായി കിട്ടിയാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. അപ്പോൾ അകന്നാൽ ദുഃഖമുണ്ടാക്കും മറ്റുള്ളവ സർവവും. എന്താ പ്രയോഗം ആലോചിച്ച് നോക്കൂ. വ്യാസർക്ക് നമസ്കാരം, സുഖബ്രഹ്മർഷിക്ക് നമസ്കാരം, താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിക്ക് നമസ്കാരം. കാരണം എന്താ? അദ്ദേഹം ഈ ഭാഗവതം പഠിച്ചു. ആ 14,000 ചെല്ലാൻ ശ്ലോകം കൂടെ ഒരു 10,000 ശ്ലോകങ്ങൾ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര സന്തോഷം. അപ്പോൾ അകന്നാൽ ദുഃഖമുണ്ടാക്കും മറ്റുള്ളവ സർവവും സ്വപ്നതുല്യങ്ങളായോർത്ത് മോഹിച്ചില്ല അവയൊന്നിലും. ഇതൊക്കെ അക്രോസ് ദി ടേബിൾ ഇരുന്നിട്ട് ഇങ്ങനെ നഖശികാന്തം പിരിച്ച് അർത്ഥം പറയണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഗരിമ നമുക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നലെ ഞാൻ ഈ ശ്ലോകം വായിച്ചു. പക്ഷെ ഇന്നലെ ഈ ഇങ്ങനെയല്ല അർത്ഥം പറഞ്ഞത്. അർത്ഥം ഒന്നാണ്, പക്ഷേ രീതിക്ക് വളരെ വ്യത്യാസമുണ്ട്. അതാണ് ഒരാൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ രണ്ടാമതൊരു പ്രാവശ്യം പറയാൻ പറ്റില്ല. അതാണ് ഈശ്വരൻ്റെ ചമത്കാരം. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, മനസ്സ് ഭഗവത് ഭക്തന്മാരിലും ഭഗവാനിലും വിളയാടുകയാൽ കാൺമോ വിശ്വം മൺകട്ട പോലവേ. ഇതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൻ്റെ അതേ അർത്ഥമാണ് വരിക, പക്ഷേ വേറൊരു വേ ഓഫ് അപ്രോച്ചാണ് ഉണ്ടായത്. മനസ്സ് ഭഗവത് ഭക്തന്മാരിലും ഭഗവാനിലും വിളയാടുകയാൽ കാൺമോ വിശ്വം മൺകട്ട പോലവേ. ഈശ്വരോപാസന ചെയ്യാതെ കണ്ട് ലൗകികമായ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് വിശ്വം മിഥ്യ അല്ലാതുള്ള തോന്നലുണ്ടാവുക. അതാണ് തെറ്റ്, അജ്ഞാനം. അപ്പോൾ പറയണു, ഉള്ളം കൃഷ്ണാംഗ്രിപത്മത്തിൽ വാക്കുതൻ കീർത്തനങ്ങളിൽ കഥാമൃതത്തിലാം കർണം ക്ഷേത്ര സമ്മാർജനാദീൻ. ഉള്ളം കൃഷ്ണാംഗ്രിപത്മത്തിൽ, അവരവരുടെ ഹൃദയപത്മം എവിടെ ആയിരിക്കണം? അല്ലെങ്കിൽ ഹൃദയപത്മത്തിൽ എന്തായിരിക്കണം? ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ മാത്രം. വാക്കുകൾ ഭഗവാനെ കീർത്തിക്കുക എന്നല്ലാണ്ട് മറ്റുള്ളതൊന്നും ഉപകാരം ചെയ്യില്ല. ഒരാളെ നോക്കി സുന്ദരനാണ് സുന്ദരിയാണ് എന്ന് പറഞ്ഞതൊക്കെ ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ച കൂടുതൽ അല്ലാതെ ഉണ്ടാവും. ഞാൻ വളരെ പ്ലെയിൻ ട്രൂത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഉള്ളം കൃഷ്ണാംഗ്രിപത്മത്തിൽ വാക്കുതൻ കീർത്തനങ്ങളിൽ കഥാമൃതത്തിലാം കർണം. ഈ ചെവി എന്തിനു ഉപയോഗിക്കാനേ പാടുള്ളൂ? നീ സുന്ദരിയാണ്, നീ സുന്ദരനാണ്, സുന്ദരൻ നീയും സുന്ദരി ഞാനൊന്നും, അതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഇതൊക്കെ മറിയും. അതുകൊണ്ട് കഥാമൃതത്തിൽ മരണമില്ലായ്മ തരുന്ന കഥകളായിരിക്കണം. പൈങ്കിളി സാഹിത്യമല്ല പറഞ്ഞത്. മരണമില്ലാത്ത കഥകൾ ഈശ്വരൻ്റെ മാത്രമേ ഉള്ളൂ. കാരണം ക്ഷേത്ര സമ്മാർജനാദിയിൽ കരം ക്ഷേത്ര സമ്മാർജനങ്ങൾ, ക്ഷേത്രങ്ങൾ
സൃഷ്ടിക്കുക, പരിപാലിക്കുക. അതിലായിരിക്കണം കരം, കയ്യ്. കാർവർണ്ണനെ കാണുന്നതിൽ കണ്ണുകൾ, അധരം മധുരം, അല്ലേ? അതേപോലെയാണ് പറഞ്ഞത്. കാർവർണ്ണനെ കാണുന്നതിൽ കണ്ണുകൾ, നാസിക പ്രസാദ പുഷ്പം നുകരാൻ. പ്രസാദം കിട്ടിയാൽ അതിനെ ഘ്രാണിക്കണം, ചെവിയിൽ വെക്കണേൻ്റെ അല്ലെങ്കിൽ നെറുകയിൽ വെക്കണേൻ്റെ മുമ്പ്, അല്ലെങ്കിൽ മുടിയിൽ ചൂടുന്നതിൻ്റെ മുമ്പ്. നാസിക പ്രസാദ പുഷ്പം നുകരാനല്ല കേട്ടോ, നുകരാന്ന് പറഞ്ഞാൽ കഴിക്കാന്ന, മുകര. ദേഹം സജ്ജന സേവയിൽ, ദേഹം സജ്ജന സേവയിൽ, സഹജീവികളെ പ്രീതിപ്പെടുത്തുക. നാവ് നേദിച്ചതിൽ കുറ്റം പറയാൻ വേണ്ടിയിട്ടായിരിക്കരുത്. നാവ് വാക്കെന്ന് വേറെ പറഞ്ഞു, നാവ് എന്ന് വേറെ പറഞ്ഞു. നാവ് നിവേദിച്ചതിൽ നമിപ്പതിൽ മൂർധാവ്. ഈ ശിരസ് എന്തിനാ? പ്ലാന്റേഷൻ ചെയ്യാനല്ല, തലമുടി പ്ലാന്റേഷൻ ചെയ്യാനുള്ളതല്ല, പിന്നെ എന്തിനാ? നമിപ്പതിൽ ഈശ്വര വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഈശ്വര സമാനന്മാരായ സജ്ജനങ്ങളെ നമിക്കാനാണ് തല. കാലുകൾ പ്രദക്ഷിണം വെപ്പതിൽ ഉപയോഗിച്ചു ബുദ്ധിമാൻ. ബുദ്ധിമാന്മാരിങ്ങനെയൊക്കെ ഉപയോഗിക്കുക. അതായത് 17, 18, 19, 20, 1, 2, 3, 4 ശ്ലോകങ്ങളിൽ അർത്ഥം പറഞ്ഞത്. ഈ ശരീരത്തിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് പറഞ്ഞു. എത്ര ആൾക്കറിയാം? എത്ര ആൾക്ക് ഇതിനെപ്പറ്റി മതിപ്പുണ്ട്? ഇതിൽ പറഞ്ഞ പോലെ ശരീര അംഗങ്ങളെ ഉപയോഗിച്ച് സംതൃപ്തിപ്പെടുന്ന എത്ര ആളുണ്ട്? പിന്നെ പറഞ്ഞു, സർവേശ്വരൻ നൽകിയതാം മനോദേഹാദ്രിയാദികൾ, ദേഹ ഇന്ദ്രിയാദികൾ, മനസ്സ്, ദേഹം, ഇന്ദ്രിയങ്ങൾ, എക്സെട്ര ഭഗവാൻ തന്നിട്ടുള്ളതാണ്. ഭഗവാൻ എന്തിനാ തന്നത്? പുനരഭിജനനം, പുനരഭിമരണം ഇല്ലാത്ത അവസ്ഥയെ പുൽകാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയാണ് തരുന്നത്? വാട്ട് ഈസ് ദി ക്രൈറ്റീരിയ ഫോർ ഇറ്റ്? നമ്മുടെ ഓരോരുത്തരുടെയും പൂർവ്വജന്മാന്തര കർമ്മങ്ങളാണ് അതിൻ്റെ ബേസ്. എന്ത് നമ്മൾ അനുഭവിക്കണം അതിനുള്ളത് തരുള്ളൂ. അല്ലാണ്ട് എല്ലാവർക്കും കുചേലന് കൊടുത്ത മാതിരിയുള്ള ഭക്തി തരില്ല, ഏകാഗ്ര ഭക്തി തരില്ല. കുചേലോപാഖ്യാനത്തിന് അവില് കിഴി വെച്ചവർക്കൊക്കെ ഭഗവാൻ ശ്രേയസ് തരുന്നില്ല. ചെയ്ത കർമ്മത്തിനനുസരിച്ചിട്ട് ചെയ്യൂ. പിന്നെ എന്തിനാ ഇത് നോട്ടീസിൽ ഇതേപോലെ ആവുന്ന കമ്മിറ്റിക്കാർ പറഞ്ഞത്? ക്ഷേത്ര കമ്മിറ്റിക്കാർ എന്തിനാ പറഞ്ഞത്? എന്തിനാ ആചാര്യന്മാർ വിളിച്ചു കൂവണത്? അതുകൊണ്ടാണ് പറയാൻ കാരണം, സർവേശ്വരൻ നൽകിയതാം മനോദേഹാദ്രിയാദികൾ, മനോദേഹ ഇന്ദ്രിയാദികൾ അവിടുത്തെ സന്തോഷത്തിനു താൻ ചിലവാക്കിയിടും. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലുള്ള മനസ്സ്, ദേഹം, ഇന്ദ്രിയമൊക്കെ ഉപയോഗിക്കണം. അതങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവില്ല ചിലവർക്ക്. എനിക്ക് നിവൃത്തിയൊന്നുമില്ല. അതാ പറഞ്ഞത്, സർവേശ്വരൻ നൽകിയതാം ദേഹ ഇന്ദ്രിയാദികൾ അവിടുത്തെ സന്തോഷത്തിനു താൻ ചിലവാക്കിയിടും. കളഭം, ചന്ദനം, മാല, പഴം, പായസം ഈ വക പ്രസാദം എന്നോർത്ത് കൊണ്ടാം സ്വീകരിപ്പതു ഭാഗ്യവാൻ. ഭാഗ്യം ചെയ്തിട്ടുള്ളവര് ഭഗവാന്റെ പ്രസാദമായ കളഭം, ചന്ദനം, ഭഗവാന് ചാർത്തിയിട്ടുള്ള മാല, പഴം, പായസം മുതലായുള്ള നിവേദ്യങ്ങൾ ഈശ്വരൻ്റെ പ്രസാദം എന്നോർത്ത് കൊണ്ടാം സ്വീകരിപ്പതു ഭാഗ്യവാൻ. വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് പായസം വാങ്ങി കഴിക്കാം എന്ന് പറഞ്ഞത് ധാരാളം തെങ്ങിൽ കായുണ്ടാവട്ടെ മുന്നേ ചാണകം ഇടുന്ന കൂട്ടത്തിലേ ഉള്ളൂ. തടി വയ്ക്കും, ബുദ്ധി ഉണ്ടാവില്ല. മനുഷ്യന് തടി വെച്ചിട്ട് യാതൊരു കാര്യമില്ല.
ഈശ്വരീയത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പ്രസാദം കഴിക്കുന്നത്, അല്ലാണ്ട് വയറ് നിറയാനല്ല. എവിടുന്ന് അവിടെ പോണു? കളഭം, ചന്ദനം, മാല, പഴം, പായസം, ഈ വക പ്രസാദം എന്നോർത്തുകൊണ്ടാം സ്വീകരിപ്പതു ഭാഗ്യവാൻ. ഭംഗിക്കും മറ്റുമായല്ല. ഇപ്പം ഞാൻ ഈ ചന്ദനം ഇടുന്നുണ്ട്, ചന്ദനല്ല ഇത്, ചന്ദനത്തിൻ്റെ കളറുണ്ട്. ഇത് നർമ്മദ നദിയിലത്തെ ചളി പ്രോസസ്സ് ചെയ്തതാണ്. കുങ്കുമം രജോ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തിനാ രജോ ഗുണം ചോദിക്കരുത്. ആർജവം, ഭഗവതിയുടെ പ്രസാദമാണ് കുങ്കുമം. ഈ ചളി ഗോപിക്കട്ട എന്നാണ് പറയാൻ. ഗോപന്മാർ ഉപയോഗിച്ചതാണ്, ചന്ദനമല്ല ഗോപന്മാർ ഉപയോഗിച്ചിരുന്നത്. ദ്വാരകാവാസിയായിരിക്കുന്ന കൃഷ്ണൻ ചന്ദനം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഗോകുലവാസിയായിരിക്കുന്ന കൃഷ്ണൻ ചെങ്കല്ല് കുറിക്കൂട്ട്, ചെങ്കല്ല് ഉരച്ചിട്ടാണ് കുറിയിട്ടേരുന്നത്. ഒക്കെ ആ കറുത്ത ശരീരത്തിൽ ഒരു ചോപ്പുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. നമ്മൾ എന്തറിഞ്ഞു കൃഷ്ണനെ പറ്റിയിട്ട്? ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വളരെ വികൃതമായിട്ടുള്ള കൃഷ്ണനെയും രാമനെയും ഒക്കെയാണ് കലാകാരന്മാർ വരച്ച് ഗുഡ് നൈറ്റിനും ഗുഡ് മോർണിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അത് തെറ്റാണ്. ശാസ്ത്രീയമായ രീതിയിൽ ഉള്ള വിഗ്രഹങ്ങളെ കോപ്പി ചെയ്യാം, വരയ്ക്കാം, അല്ലെങ്കിൽ ഫോട്ടോ ഇടാം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒറ്റപ്പാലം അടുത്ത് പാലപ്പുറത്ത് നിർമ്മലാനന്ദഗിരി മഹാരാജ് പറഞ്ഞിട്ട് വലിയൊരു ബിഷഗുരൻ പ്ലസ് വൺ ഓഫ് ദി ബെസ്റ്റ് വേദാന്തിസ്റ്റ് വിച്ച് ഐ ഹാവ് എവർ സീൻ, അങ്ങനെ പറയണം. അദ്ദേഹം പറയും, കാത് കുത്തിയവനെ കണ്ട കടുക്കണിട്ടവനെ കാണാം. അതേമാതിരി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛനും അമ്മേനെയും നോക്കാത്തവൻ സഹസ്രനാമം ജപിച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് സോ പ്ലെയിൻ ടോക്ക് ജെന്റിൽമാൻ. സന്യാസിക്ക് എന്തിനടാ സംഘടന എന്ന് ചോദിച്ചൊരു മഹാനുഭാവനാണ് അദ്ദേഹം. ഇപ്പം എല്ലാവർക്കും സംഘടന വേണം. സംഘടന വേണ്ടാന്ന് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിട്ടാണ് ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് ആൻ അമേച്ചർ. വളരെ ക്ലിയറായിട്ട് പറഞ്ഞു അദ്ദേഹം. ഉദരംഭരിയായിട്ട് നീ ആചാര്യനായിട്ട് പോണ്ട മോനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഭംഗിക്കും മറ്റുമായെല്ലാം ഭക്താഗ്രഹങ്ങളെ വരും തങ്ങളെ പോലെ താൻ കണ്ടും ഭഗവദ്ദാസനാകുവാൻ. ഞാൻ ഭഗവാനെ കൊണ്ട് നടത്തുന്ന പ്രസിഡൻ്റാണ്, വൈസ് പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണെന്ന് പറയരുത്. ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന് പറയാൻ കമ്മിറ്റിക്കാർക്ക് എന്ന് ആർജവുണ്ടോ അന്ന് കമ്മിറ്റി നന്നാവും, അവരും നന്നാവും. ഞാൻ ഭാഗവത ഭക്തദാസനാണെന്ന് പറയണേൽ എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ദാസോഹം തവ കേശവ. ഹനുമാൻ പറയണ്ട, ഞാൻ അങ്ങയുടെ ഭൃത്യാനുഭൃത്യനാണ്, അങ്ങയുടെ ഭൃത്യന്മാരിൽ ഭൃത്യനാണ്. ഞാൻ മന്ത്രി, സുഗ്രീവൻ്റെ മന്ത്രിയാണ്, സകാര്യകശ്യരിയാണ്, പക്ഷെ ഞാൻ അങ്ങയുടെ ഭൃത്യാനുഭൃത്യനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവദ്ദാസനാകുവാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കാർന്നവർ എന്നയ്ക്ക് ഭാഗവത ഭക്തദാസൻ എന്നുള്ള പേരും തന്ന് കുറേ കഴിഞ്ഞ് കാശുണ്ടാകുമ്പോൾ ഗുരുവായൂർ ഓഫീസിൽ നിന്നാണ് ഞാൻ ഈ ശ്രീകൃഷ്ണ കഥാമൃതം 350 ഉറുപ്പ്യേ 350 ഉറുപ്പ്യക്ക് എന്താ കിട്ടുക പറയൂ. പക്ഷേ എനിക്ക് കൈലാസവും സ്വർഗവും 14 ലോകവും ഞാൻ ഇതിന്ന് ചകഞ്ഞെടുക്കുക ചെയ്യണത്. ദാറ്റ് ഈസ് വൈ ഐ എം ആൾവേസ് ടെല്ലിങ് ഐ ആം ദി ബ്ലെസ്ഡ് എന്ന് ഞാൻ തന്നെ പറയും. ഞാൻ അനുഭവിക്കണതാണ് ഞാൻ പറഞ്ഞത്. മഹാന്മാരാം വിപ്രരോട് ചോദിച്ചു വിനയാന്യുതൻ. മഹാന്മാരായ വേദങ്ങൾ പഠിച്ച് മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്തു വരുന്ന വിപ്രരോട് ചോദിച്ചു വിനയാന്വിതൻ ചെയ്യുകയാണ് ഈശ്വരപ്രീതി മാത്രം കാക്ഷിച്ചിടുന്നവൻ. ഈശ്വരൻ്റെ പ്രീതി മാത്രമേ നമ്മൾ കാക്ഷിക്കാവൂ. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥം, ശ്രീ ലളിതാ പരമേശ്വരി പ്രീത്യർത്ഥം,
ശ്രീ രാമചന്ദ്രസ്വാമി പ്രീത്യർത്ഥം, ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം വിനയാനിതനായിരിക്കണം. ചെയ്യുകയാണ് ഈശ്വര പ്രീതി മാത്രം കാക്ഷിച്ചിടുന്നവൻ സരസ്വതിക്കരയിൽ. സരസ്വതി എന്ന് പറയുന്ന നദിയുടെ കരയിൽ വെച്ച് ആ മഹാനാം മഹീന്ദ്രനെ വസിഷ്ഠൻ ഗൗതമൻ തൊട്ടോരെത്രയും ഭക്തിപൂർവകം യജ്ഞേശ്വര പ്രീതി മാത്രം ഓർത്തുകൊണ്ട് യജ്ഞേശ്വരൻ്റെ പ്രീതി മാത്രം ഓർത്തുകൊണ്ടു പലേ കുറി അശ്വമേധങ്ങൾ ചെയ്യിച്ചു വിശ്വമംഗളകാംക്ഷിയെ സദസ്യർ ഇമ വെട്ടിയിടാതെ ഓരോന്നവിടെ നോക്കവേ. അവർ കണ്ണ് വെട്ടണില്ല. കണ്ണ് വെട്ടിയാൽ കാണേണ്ടതിന് അരനിമിഷം, ഒരു സെക്കൻഡ് കാണാണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് സദസ്യർ ഈ മട്ട് ഇമ വെട്ടിയിടാതെ ഓരോന്നവിടെ നോക്കവേ. വിഭൂഷിതർ, ധാരാളം നന്നായിട്ട് വസ്ത്രധാരണം ചെയ്തിട്ടുള്ള വിഭൂഷിതർ വിളങ്ങിപ്പോയി വിണ്ണോരെ പോലെ മഞ്ഞിതിൽ വിളങ്ങിപ്പോയി. അദ്ദേഹത്തിൻ വാലിയക്കാർ, അതായത് ഭൃത്യന്മാർ പോലും കൃഷ്ണകഥാമൃതം കേട്ടും, ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിൻ്റെ വാലിയക്കാർ പോലും കൃഷ്ണകഥാമൃതം കേട്ടും കീർത്തിച്ചും ആശിച്ചില്ല അല്പവും വെണ്ണിലേ സുഖം. സ്വർഗപ്രാപ്തി അല്ല അവര്, ദേവന്മാരായി തീരാനല്ല അവരാഗ്രഹിച്ചത്. പിന്നെയോ കാർവർണ്ണനെ മനക്കാമ്പിൽ കാണുവോർക്ക് അന്യമാം സുഖം രുചിച്ചിടില്ല യാതൊന്നും അവർ ആനന്ദമഗ്നരാം. ഭഗവാനെ മനസ്സിൽ കണ്ട് ആനന്ദ ചിത്തന്മാരാവുക, അതൊരവസ്ഥയാണ്. ശ്രീകൃഷ്ണ കഥാമൃതം പറയുമ്പോൾ ഓരോ ഉപദേശ ശകലങ്ങളിലും മനസ്സർപ്പിച്ച് നിരാകാരനായിരിക്കുന്ന ഭഗവാന്റെ രൂപഭാവങ്ങളെ താലോലിച്ചുകൊണ്ട് ഓരോ ശ്വാസനിശ്വാസത്തിലും ഈശ്വരീയതയുടെ മധുരം നുകർന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. നിങ്ങളിൽ പലർക്കും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു മാനസികാവസ്ഥയുണ്ട്. അതാണ് എൻ്റെ അസറ്റായിട്ട് മാറുന്നത്. എൻ്റെ അസറ്റായിട്ട് മാറുന്നത് ഈ പ്രഭാഷണങ്ങൾ വിടാതെ കണ്ട് കേൾക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് മതി, ധാരാളമായി. അപ്പോൾ കാർവർണ്ണനെ മനക്കാമ്പിൽ കാണുവോർക്ക് അന്യമാം സുഖം രുചിച്ചിടില്ല യാതൊന്നും അവരാനന്ദമഗ്നരാം. തപസ്സും ഭക്തിയും ധർമ്മനിഷ്ഠയും കൊണ്ടു ഭാഗ്യവാൻ. 3 കാര്യം പറഞ്ഞു. നിഷ്ഠ, തപസ് എന്ന് പറഞ്ഞാൽ നിഷ്ഠ, ഭക്തി, ധർമ്മനിഷ്ഠ, ധർമ്മം ചെയ്യുന്നതിലുള്ള താല്പര്യം. ഇന്ന് വിഷ്ണുപുരാണം വായിക്കുമ്പോൾ അതിൽ എഴുതുണ്ടായി, സദാസമയത്തും മാറിക്കൊണ്ടിരിക്കുന്നതായ പദവികളിൽ കൂടെ സൗഖ്യമുണ്ടാവും എന്ന് കരുതുന്നത് തെറ്റ്. കാരണം ഈ വീട്, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ പറമ്പ്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, ഇതൊന്നും അല്ല എൻ്റെ അസറ്റ്. പിന്നെയോ, കാരണം ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ ഭാര്യ ഉണ്ടായി, അതിൽ നിന്ന് കുട്ടികളുണ്ടായി, ജോലി ചെയ്യുമ്പോൾ സമ്പാദ്യം, അത് പിരിഞ്ഞപ്പോൾ പെൻഷൻ, ഞാൻ വീടൊക്കെ വെച്ചു, ശരിയാണ്. പക്ഷെ ഇതിലൊന്നുമല്ല ശാശ്വതമായ ആനന്ദം അനുഭവിക്കുന്നത് ആത്മാവിൽ നിന്നാണ്. ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടേണ്ടത്, ഞാൻ ഭാഗവത ഭക്തദാസനാണ് ആയിക്കോട്ടെ, ഞാൻ ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ ഇൻഫിനൈറ്റാണ്, ഞാൻ ഫൈനൈറ്റാണ്.
ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, ആ പ്രമാണം ഞാൻ വിടില്ല. അതിലാണ് എനിക്ക് ഗർവുണ്ടാവേണ്ടത്. സജ്ജനങ്ങളായിട്ടുള്ള സംസർഗമാണ് എൻ്റെ വേറൊരു അസറ്റ്. സജ്ജനങ്ങൾ എഴുതിയിട്ടുള്ള കഥാമൃതങ്ങളാണ് എൻ്റെ എന്താ പറയുക അറിവാകുന്ന ഗംഗ. എനിക്ക് സദാസമയത്തും കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളതാണ്, മുങ്ങിത്താഴാനും. തപസ്സും ഭക്തിയും ധർമ്മനിഷ്ഠയും കൊണ്ടു ഭാഗ്യവാൻ ഭഗവാനെ വശത്താക്കി വെടിഞ്ഞാൻ മറ്റു സർവവും. അപ്പം ഇവിടെ വലിയൊരു വാചകമാണത്. മറ്റ് എല്ലാ ലൗകികമായ സുഖസൗകര്യങ്ങളെ വെടിഞ്ഞാൽ മാത്രമേ ഈ തപസ്സും ഭക്തിയും ധർമ്മനിഷ്ഠയും കൊണ്ട് ഭാഗ്യവാനാവുള്ളൂ, ഭഗവാനെ വശത്താക്കാൻ പറ്റുള്ളൂ. എപ്പോഴാ കുചേലബ്രാഹ്മണന് ഭഗവാൻ വശത്തായത്? കുറേ കല്യാണം കഴിച്ചു, കുറേ കാലം പഷ്ണി കിടന്നു, കുട്ടികൾ ധാരാളം, അവർ കരയണു. പക്ഷെ അതൊന്നും ഈ പാവം ബ്രാഹ്മണൻ, പാവം വെച്ചാൽ സാധു, സാത്വിക ഗുണനിധി കേൾക്കണില്ല, കാണണില്ല. ഭാര്യയാണ് പറഞ്ഞത്, അങ്ങയുടെ സതീർത്ഥ്യനെ ഒന്ന് പോയി കാണും. അങ്ങനെയാണ് അദ്ദേഹം പോണത് ദ്വാരകാപുരിക്ക്. പക്ഷേ യോഗമായ അദ്ദേഹത്തിനെ കൊണ്ട് നിർത്തണത് രുക്മിണിയുടെ സൗധത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഉദ്ധവർ എങ്ങനെയാണ് ഭഗവാന്റെ തുളസിമാലയുടെ ഗന്ധം പിടിച്ചുകൊണ്ട് ഭഗവാൻ യോഗസ്ഥനായിട്ട് വേടനാൽ അമ്പ് കൊണ്ടിട്ട് സമാധി അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ എത്തി അദ്ദേഹം. അതേപോലെ ഭഗവാൻ തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ മാസ്മരികത കൊണ്ടാണ് ഇദ്ദേഹം എവിടേക്ക് എത്തിയത്? ആ മാളികയുടെ ഉള്ളിലേക്ക് എത്തണത്. അപ്പോഴാണ് ഭഗവാൻ തൻ്റെ ചപ്രമഞ്ച കട്ടിലിൽ നിന്ന് ചാടി ഇറങ്ങി തൻ്റെ സതീർത്ഥ്യനെ കെട്ടിപ്പിടിച്ച് ആവേശത്തോടു കൂടി താൻ ഇരിക്കുന്ന മഞ്ചത്തേക്ക് കൊണ്ടുവരാണ്. അതൊരു ദിവസം കൊണ്ടുണ്ടാവുന്ന ഭക്തിയുടെ മാർഗം കൊണ്ടല്ല, അനേക വർഷത്തിൻ്റെ തപസ്സും നിഷ്ഠ കൊണ്ടാണ് ആ ഭക്തി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാം വെടിയാൻ സാധിക്കണം. എല്ലാം ഭൗതികമായിട്ടുള്ളതൊക്കെ വെടിഞ്ഞ് ചിലവർക്ക്, ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലവർ തലയ്ക്ക് കയ്യ വയ്ക്കുന്നുണ്ടാവും. എന്തിനാ കയ്യ വയ്ക്കുന്നത്? നിങ്ങൾക്ക് ഏത് സമയത്ത് എന്നെ വിളിച്ച് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് പ്രത്യക്ഷത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1952 ഈസ് മൈ ഡേറ്റ് ഓഫ് ബർത്ത്. 2020 മാർച്ച് 2 ഞാൻ 19 വർഷം ഞാൻ വാങ്ങിയിട്ടുള്ള കുരുവമ്പലം പ്ലോട്ടിൻ്റെ ആധാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒറ്റപ്പാലം ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എല്ലാ ബാധ്യതകളും ഒഴിവാക്കിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോഴും ഞാൻ ശിഷ്യപ്പെട്ടു. 95 ഞാൻ ശിഷ്യപ്പെട്ടവനാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ കൂടി കാണുന്നതെല്ലാം ശ്രീകൃഷ്ണൻ, കേൾക്കുന്നതെല്ലാം ശ്രീകൃഷ്ണൻ നാമങ്ങൾ, അങ്ങനൊരവസ്ഥ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഒരു ചന്തയ്ക്ക് പോണ കൂട്ടത്തിൽ ഗുരുനാഥനെ കിട്ടുകയല്ല ചെയ്യണത്. അപ്പം ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എന്നിൽ ആകൃഷ്ടനാവണം എന്ന് താല്പര്യമുള്ളവനെ ഞാൻ പൊരിച്ച് മലരാക്കി എടുക്കുന്ന. നെല്ലിനെ മലരാക്കണം. അപ്പോഴാണ് ആ മലരാക്കി എന്താ സംഭവിക്കണത്? മലര് കഴിച്ചതുകൊണ്ട് വിശപ്പ് മാറില്ല, ഓജസ് ഉണ്ടാവില്ല, രേതസ് ഉണ്ടാവില്ല, ജനിക്കില്ല. പിന്നെ അതായത് അവിടെ എന്താ പറയുക, സാത്വിക ഗുണമില്ല. പിന്നെ അപ്പം ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വികാരങ്ങളില്ലാണ്ട് വിചാരധാരയിൽ കൂടെ ശ്രേഷ്ഠമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നമ്മൾ എത്തുക. നിങ്ങൾക്ക് 10 പൈസ ചിലവില്ല, ഇതൊന്ന് കേട്ടാൽ മതി. ഒരു 10 ദിവസം റെഗുലറായിട്ട് എപ്പിസോഡ് കേട്ടാൽ 11ാമത്തെ ദിവസം നിങ്ങളുടെ അന്തരംഗം പറയും, ഡോണ്ട് വെയിറ്റ്, ഡോണ്ട് മിസ്യൂസ് യുവർ ടൈം, പ്ലീസ് ഹിയർ ഇറ്റ്, പ്ലീസ് ഹിയർ ഇറ്റ്, പ്ലീസ് ഹിയർ ഇറ്റ് പറയും. 10 ദിവസം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. എന്താ അതിൻ്റെ ഗുണം? ലോട്ടറി അടിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഉള്ളതിൽ കണ്ടൻമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും.
തലവേദനകൾ തന്നെ മാറും, കാലും കയ്യും വേനൊക്കെ മാറും. അപ്പോൾ കൊട്ടാരം, ഭാര്യ, പുത്രന്മാർ, അളവില്ലാത്തതാം ധനം, ബന്ധുക്കൾ, ആന, കുതിര, സൈന്യം, ആയുധം ഈ വക. ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. ഭാര്യ, ഭർത്താവ്, ഇതൊക്കെ എന്നെ കൊണ്ട് ഭഗവാൻ പറയിച്ചു കഴിഞ്ഞു. നാരദര് ഭക്തിയോട് പറഞ്ഞു, നിന്നെ ഞാൻ ഓരോരുത്തരുടെ മനസ്സിലും കയറ്റും. അപ്പോൾ ഭക്തി പറഞ്ഞു, അങ്ങ് പറയുന്ന വിശ്വാസ പ്രമാണങ്ങൾ ഓരോ പദത്തിലും ഞാൻ ഇരിക്കും, ഭക്തി ഇരിക്കുന്നു. അതേപോലെയാണ് ഇവിടെ ഓരോ വരികൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ സമാന ചിന്താഗതിയിലുള്ള പദങ്ങൾ ഭഗവാൻ കുത്തി നിറച്ച് എൻ്റെ വായിലിട്ട് തരും. അതിലെനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കൊട്ടാരം, ഭാര്യ, പുത്രന്മാർ, അളവില്ലാത്തതാം ധനം, ബന്ധുക്കൾ, ആന, കുതിര, സൈന്യം, ആയുധം ഈ വക. ഭക്തി നേടേണ്ടും എൻ ജീവൻ എന്തിനാണ് ഇവയൊക്കെയും. ഭക്തി നേടേണ്ടും എൻ ജീവന്, എൻ്റെ ജീവനും ഭക്തിയാണ് നേടേണ്ടത്. ആനയും കുതിരയും ധനും അരമനയൊന്നല്ല. ഭക്തി നേടേണ്ടും എൻ ജീവനെന്തിനാണിവയൊക്കെയും എന്നോർത്തു നൃപൻ ഏകാന്ത ഭജനത്തിനു വെമ്പുവോൻ. ഏകാന്ത ഭജനം ഭാവഗമ്യൻ. നമ്മുടെ ഭാവങ്ങളാണ് നമ്മളെ നയിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഭാവഗമ്യൻ എന്നുള്ളതാണ് അർത്ഥം പറഞ്ഞത്. ഭാവഗമ്യൻ തെളിഞ്ഞെല്ലാറ്റിനും പോന്ന സുദർശനം. സാത്വിക ദർശനങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ഉതകുന്നതാണ് ഈ സുദർശനം, സാത്വിക ദർശനം. പാദാശ്രിതന്നു സർവജ്ഞൻ. അപ്പോൾ സുദർശനം കയ്യിലുള്ള അല്ലെങ്കിൽ സാത്വിക ഗുണനിധിയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ പാദാശ്രിതന്, ആ ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ ആരാശ്രയിക്കണു അവന് സർവജ്ഞൻ, ജഗദീശ്വരൻ നിഗൂഢം മരുളിടവേ. ഇപ്പം ഞാൻ പറഞ്ഞു, നിഗൂഢം നമ്മുടെ വായേൽ ഇങ്ങനെ തിക്കിത്തിരക്കി തരും വാക്കുകൾ. ഇതിൽ വരാൻ പോകുന്ന ശ്ലോകങ്ങളുടെ സമാന്തരമായ വാക്കുകൾ ഭഗവാൻ നമുക്ക് തരും. ധർമ്മപത്നിയോടും ധീരൻ, കൃഷ്ണാരാധന തൽപരൻ. ഭഗവാനെ ആരാധിക്കുന്ന താല്പര്യം ധർമ്മപത്നിയോടും ധീരൻ, കൃഷ്ണാരാധന തൽപരൻ, അനുഷ്ഠിച്ചാൻ ഒരാണ്ടേക്ക് വേണ്ടതാം ദ്വാദശി വ്രതം. ഏകാദശി വ്രതം വേറെ, ദ്വാദശി വ്രതം വേറെ. കർണാടകയില് എൻ്റെ പേരിലൊരു അമ്പലമുണ്ട്. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? രാജഗോപാല ക്ഷേത്രം. ഞാൻ എൻ്റെ പേരിനെ പറ്റി പലപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഗോപാലന്മാരിലെ രാജൻ, ശ്രീകൃഷ്ണൻ തന്നെ അർത്ഥം വരുന്നത്. അപ്പോൾ വരദാനക പെരുമാൾ അങ്ങനെ ഒന്നുണ്ട് മദ്രാസിൽ. ഞാൻ ഒരുപാട് ചിരിച്ചു. ഞാൻ ഭാഗവത ഭക്തദാസൻ ആയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതേമാതിരി യന്ത്രങ്ങളല്ല, സുദർശന യന്ത്രമുണ്ട്, നരനാരായണ യന്ത്രമുണ്ട്, പല യന്ത്രങ്ങളുണ്ട്. പക്ഷേ യന്ത്രങ്ങളിൽ രാജാവ് രാജഗോപാല യന്ത്രം. ഐ ആം സോ പ്രൗഡ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മകനാവാനും അച്ഛനിൽ നിന്ന് ഭക്തിയുടെ ആദ്യ പടികൾ മനസ്സിലാക്കാനും 47-ാമത്തെ വയസ്സിൽ ഗുരുവിന് ശിഷ്യപ്പെടാനൊക്കെ സാധിച്ച് നിങ്ങളുടെ മുമ്പിൽ വാഴ തോരാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. ഐ ആം ബ്ലെസ്. ദാറ്റ്സ് ആൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, വ്രതാന്തം കാർത്തിക തിങ്കൾ 3 നാൾ നോറ്റു രാവിലെ. ഈ 12 ദിവസം ഒരാണ്ടേക്ക്, അതായത് മാസത്തിൽ 2 ദ്വാദശി വരും അല്ലേ? അപ്പോൾ 12, 24 ദ്വാദശി വരും. വ്രതം അവസാനിക്കുമ്പോൾ കാർത്തിക തിങ്കൾ, കാർത്തികയിലുള്ള
പിന്നെ ചന്ദ്രനെ കണ്ട് 3 നാൾ നോറ്റു രാവിലെ കാളെന്തേ സ്നാനവും ചെയ്ത് മധുരോർവിയിൽ മന്നവൻ മധുരയിലുള്ള രാജാവ് വിധിപ്രകാരം അഭിഷേകാദി ചെയ്ത് അംബുജാക്ഷനെ പൂജിച്ചാൻ എത്രയും ഭക്തിപൂർവം സപരിവാരമായി. അവിടെ നിർത്താം. വിധിപ്രകാരം അഭിഷേകാദി ചെയ്ത് അംബുജാക്ഷനെ താമരക്കണ്ണനെ പൂജിച്ചാൻ എത്രയും ഭക്തിപൂർവകം സപരിവാരമായി. അല്ലേ? ഇനി എന്താ പറയാൻ പോകണമെന്നുള്ളത് നാളെ പറയാം. അപ്പോൾ നാളെ 470 470. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.